സഹയാത്രി. പൗരോഹിത്യ സ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ SJ. ബലിയർപ്പിക്കുന്നവൻ. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ലൂക്ക 22:19. പുരോഹിതൻ ബലിയർപ്പകനാണ്. അവൻ്റെ പൗരോഹിത്യ സ്വത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും അടിസ്ഥാന ധർമ്മമാണ് ബലിയർപ്പണം. ഗുരുവും നാഥനുമായ യേശു തൻ്റെ ശിഷ്യരോടൊത്തുള്ള അവസാന അത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് ആശീർവദിച്ച് തൻ്റെ ശരീരവും രക്തവുമായി ശിഷ്യർക്ക് നൽകിക്കൊണ്ട് അവിടുത്തെ ഓർമ്മയ്ക്കായി അവരോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യം പുരോഹിതൻ ഓരോ ദിവസവും അനുഷ്ഠിക്കുന്നു. അപ്രകാരം യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവനാണ് അവൻ. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനും നിയുക്തനായവനുമാണ്. അവൻ അർപ്പിക്കുന്ന ഓരോ ബലിയും അവൻ്റെ ഗുരുവിൻ്റെ ഓർമ്മയ്ക്കായാണ് അവൻ ചെയ്യുന്നത്. ഈ ഓർമ്മയാചരണം എന്നത് അവിടുത്തെ ജീവിതത്തിൻ്റെയും ആ ജീവിതം കാണിച്ചു തരുന്ന മാതൃകയുടെയും ആചരണമാണ്. അപ്പം മുറിയുന്നത് പോലെ മുറിയാനും മുന്തിരി അഴിഞ്ഞ് വീഞ്ഞാകുന്നത് പോലെ അഴിയാനുമുള്ള ക്ഷണമാണ് ഈ ഓർമ്മയാചരണത്തിൽ അവൻ കേൾക്കുന്നത്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ യേശു ശിഷ്യരെ ക്ഷണിക്കുമ്പോൾ എല്ലാവർക്കും പ്രാപ്യമായ വളരെ ലളിതമായ ഒരോർമ്മയാചരണമാണ് അവിടുന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിലൂടെ അവിടുത്തെ സാന്നിധ്യം ഓരോ ദിവസവും അനുഭവിക്കാനുള്ള അതിശ്രേഷ്ഠമായ ഒരു സമ്മാനം. അതുപോലെ തൻ്റെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടും തന്നെ ഉൾക്കൊണ്ടുകൊണ്ടും ഈ ഓർമ്മയാചരിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ഒരു വ്യക്തി എന്ത് ഭക്ഷിക്കുന്നുവോ അതാണല്ലോ അയാളായിത്തീരുന്നത്. ഓരോ ദിവസവും അവിടത്തെ സ്വീകരിക്കുന്നവർ വാസ്തവത്തിൽ അവിടന്നിലേക്ക് വളരുകയും അവിടത്തെ പോലെ ആയിത്തീരുകയും ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്രകാരം വിശ്വാസി സമൂഹം ഈ ദിവ്യകുദാശയിലൂടെ അവിടുത്തെ ദൈവികത അനുഭവിക്കുകയും അതിൽ പങ്കാളികളായിത്തീരുകയും ചെയ്യുന്നു. ഇത്ര മഹോന്നതമായ ദിവ്യകുദാശ പരികർമ്മം ചെയ്യാനാണ് ദൈവം പുരോഹിതനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടും നന്ദിയോടും ഭക്തിയോടും കൂടെയാണ് പുരോഹിതൻ ബലിയർപ്പിക്കാനായി ബലിവേദിയിൽ നിൽക്കുന്നത്. എത്ര വലിയ അത്ഭുതമാണ് അവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ദൈവം തന്നോട് കാണിക്കുന്ന കാരുണ്യം അവന് വിവരിക്കാനോ വർണ്ണിക്കാനോ കഴിയില്ല. ഓരോ ദിവസവും അവൻ്റെ കരങ്ങളിലൂടെ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാനും ഉൾക്കൊള്ളാനും പറ്റുന്ന വിധം പ്രാപ്യനാകുന്നു. അവൻ്റെ അയോഗ്യതകളോ പരിമിതികളോ ഒന്നും നോക്കാതെയാണ് അവിടുന്ന് അവനെ ഈ ശ്രേഷ്ഠ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. അവിടുത്തെ സാന്നിധ്യം വഴി അവൻ്റെ കരങ്ങളും ജീവിതം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്നു. അവൻ കർത്താവിനെ പകർന്നു കൊടുക്കുന്നവനാകുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന്
എൻ്റെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ബലിയർപ്പണവും ധ്യാനാത്മകമായി ഓർക്കുക. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ഞാൻ നിയുക്തനായത് മുതൽ ഇന്നോളം എത്ര ദിവ്യബലികൾ ഞാൻ അർപ്പിച്ചിട്ടുണ്ടാകും എന്നോർത്തു നോക്കുക. അവിടുത്തെ ബലിയർപ്പിക്കാൻ എന്നെയും തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ അയോഗ്യതകളോ പരിമിതികളോ ഒന്നും നോക്കാതെ അവിടുന്ന് എത്രയോ മഹത്തായ ഒരു സമ്മാനമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഹൃദയത്തിൽ സ്മരിക്കുക. യേശുവിനെപ്പോലെ സ്വയം ബലിയായി മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാനും ജീവൻ നൽകാനുമുള്ള കൃപ യാചിക്കുക.